ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ എളിയ ഭക്തന്റെ വിനീത പ്രണാമം. ആശ്രമം എന്ന് പറയുന്ന ഗുരുവിൻ്റെ കൃതി ഓരോ പദ്യങ്ങൾ മനനം ചെയ്തുകൊണ്ട് നമ്മൾ നടത്തി വരുന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഈ സമാപന ദിവസം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, മനനം ചെയ്യുവാൻ ശ്രമിക്കുന്നത് ആശ്രമം കൃതിയുടെ 5-ാമത്തെ പദ്യമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുമതിയോടുകൂടി പ്രാർത്ഥനയോടെ ഭഗവാനാൽ വിരചിതമായിരിക്കുന്ന ആ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഏകൈകസ്യാമാസു നേതാ ചൈകൈകഃ സ്യാദ്വിചക്ഷണഃ സർവാഭിരനുബന്ധോ അദ്വൈതാശ്രമസ്യാഭിരന്വഹം. ഏകൈകസ്യാമാസു നേതാ ചൈകൈകഃ സ്യാദ്വിചക്ഷണഃ സർവാഭിരനുബന്ധോ അദ്വൈതാശ്രമസ്യാഭിരന്വഹം. നമുക്കിതിൻ്റെ വാക്യാർത്ഥങ്ങളൊന്ന് നോക്കാം. ആസു എന്ന് വെച്ചാൽ ഈ സഭകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. സഭകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോ ദേശത്തും ഓരോ ആശ്രമം, ആശ്രമത്തിനൊരു അധ്യക്ഷൻ, ആ അധ്യക്ഷന്റെ കീഴിലുള്ള ആശ്രമത്തിന് കീഴിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പ്രത്യേകം വിദ്യാലയങ്ങൾ, പ്രത്യേകം സഭകൾ എന്നിവ രൂപീകരിക്കണം എന്ന് 4-ാമത്തെ പദ്യത്തിൽ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയാണ്. ആസു, ഈ സഭകളിൽ, ഏകൈകസ്യാം, ഓരോന്നിലും, ഏകൈകസ്യാം, ഓരോന്നിലും, ഏകൈക, ഓരോരോ, വിചക്ഷണ, വിചക്ഷണന്മാർ ഉണ്ടാവണം. ഓരോരോ വിചക്ഷണന്മാർ ഓരോ സ്ഥലത്തും ഉണ്ടാവണം. എന്ന് വെച്ചാൽ വിവേകിയായവരെ ഓരോ സ്ഥലത്തും നേതാസ്യാത്, നേതാവായിട്ട് വരണം. ഓരോ സഭയ്ക്കും ആ നാട്ടിൽ നിന്ന് ഒരു വിവേകിയായ ആള് നേതൃത്വത്തിൽ വരണം. ആഭി, സർവാഭി, ഈ എല്ലാ സഭകളോടും, അദ്വൈതാശ്രമസ്യ, അദ്വൈതാശ്രമത്തിന്റെ അനുബന്ധ ശാഖയും, അന്വഹം, എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അദ്വൈതാശ്രമം എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആശ്രമത്തെ അല്ല, അദ്വൈതമായിരിക്കുന്ന, ദ്വൈതം അല്ലാതെ ആയിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. അതിന് ഒരുപാട് അംഗങ്ങളുണ്ടാവാം, പക്ഷേ അത് അദ്വൈതമാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് അംഗങ്ങൾ ചേർന്ന് ശരീരം എന്ന് പറയുന്ന ഒരു പൊതുവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് പോലെ ഒരു ആശ്രമം പ്രവർത്തിക്കുന്നു. അതിനൊരു കേന്ദ്രസ്ഥാനമുണ്ട്. ഓരോ ദേശങ്ങളിലും ആ കേന്ദ്ര സ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ആശ്രമങ്ങളുണ്ട്. ആ ആശ്രമങ്ങളുടെ കീഴില് വിദ്യാലയങ്ങളുണ്ട്, സഭകളുണ്ട്. ഇത് എല്ലാം കൂടിയുള്ള ഒരു സംവിധാനമാണ് അദ്വൈതാശ്രമം എന്ന് ഗുരു പറയുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു സംഘടന എങ്ങനെ വഴിപിഴച്ചു പോകുന്നു. ഒരു സംഘടന
കാലക്രമത്തിൽ എങ്ങനെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും ഒക്കെ മുങ്ങിപ്പോകുന്നു, അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് ഒരു സംഘടന എങ്ങനെ വ്യതിചലിക്കുന്നു, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരു തന്റെ നിയമം ഉണ്ടാക്കിയത്. ഭഗവാൻ ഉണ്ടാക്കിയ നിയമം കൃത്യമായി പാലിച്ചാൽ അഴിമതിയും സ്വജനപക്ഷപാതവും സ്വാർത്ഥതയും ഒന്നും ഒരു സംഘടനയിലും കടന്നു വരില്ല. എന്താണ് ഭഗവാൻ അതിന് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു പരിഹാരം? ഈ സ്വജനപക്ഷപാതത്തിന്, സ്വാർത്ഥതയ്ക്ക് ഒക്കെ നൽകിയിരിക്കുന്ന ഒരു പരിഹാരം എന്താണ്? ഈശ്വരീയമായ ഒരു ദർശനത്തെ, ധർമ്മത്തെ ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഗുരുവിന്റെ അദ്വൈതാശ്രമത്തിനുള്ളത്. ഭേദചിന്ത മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കുക. ഭേദചിന്തയില്ലാത്ത കർമ്മത്തിലൂടെ ധർമ്മത്തെ ആശ്രയിക്കാനും ധർമ്മത്തിലൂടെ ശ്രേയസിലേക്ക് എത്തിച്ചേരുവാനും വേണ്ടിയിട്ടാണ് ഗുരു ഒരു ആശ്രമ വ്യവസ്ഥ സ്ഥാപിക്കുന്നത്. അതിന് അധ്യക്ഷനാരാണ്? സർവസംഘ പരിത്യാഗിയായ ഒരു മുനി, ഒരു ഋഷി, ഒരു സന്യാസി. അദ്ദേഹത്തിന് സ്വാർത്ഥമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, അവരാണ് ഈ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നത്. ഈ ശിഷ്യന്മാരിൽ ഓരോരുത്തരെയും ഓരോ ദേശത്തും സ്ഥാപിച്ചിട്ടുള്ള ആശ്രമങ്ങളിലേക്ക് വിടുന്നു. ശിഷ്യന്മാരാരാണ്? അവരും സന്യാസം സ്വീകരിച്ചവരാണ്. അവരും സർവപ്രാണികളിലും തുല്യ കൃപ പൂണ്ട് നടക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള അന്തണന്മാർ, ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവരാണ്. ആരാണ്? സർവപ്രാണികളിലും തുല്യ കൃപ പൂണ്ട് നടക്കയാൽ അന്തണന്മാരെന്ന് ചൊല്ലേണ്ടത് സന്യാസിമാരെയാം എന്നാണ് ഗുരുവിന്റെ തിയറി. അതനുസരിച്ചിട്ട് സന്യാസിയായിരിക്കുന്നവര്, സ്വാർത്ഥം വെടിഞ്ഞവര്, ലൗകിക ജീവിതം വെടിഞ്ഞവര്, അവര് ഓരോ ദേശങ്ങളിലും ഓരോ ആശ്രമം ഉണ്ടാക്കിയിട്ട്, അദ്വൈതാശ്രമത്തിന്റെ ശാഖ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ അധിപനായിരിക്കുന്നു. അവരെന്ത് ചെയ്യണം? ആ നാട്ടിൽ ഒരു സഭ ഉണ്ടാക്കണം. ആ സഭയ്ക്ക് വിവേകിയായ ഒരു നേതാവിനെ ആ നാട്ടിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ കണ്ടെത്തിയെടുക്കണം. അപ്പൊ ഓരോ നാടിനും ഓരോ നേതാവ് വേണം, ഓരോ സഭയ്ക്കും ഓരോ നേതാവ് വേണം. ഇനി ആ നേതാവോ? ആ നേതാവിനൊരു കാലമുണ്ട്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തിരിക്കണം? അടുത്ത നേതാവിനെ കണ്ടെത്തിയിരിക്കണം. ഇപ്പോ നമുക്കറിയാം, ചെറായി വിജ്ഞാനവർദ്ധിനി സഭയിൽ കഴിഞ്ഞിടയ്ക്ക് സന്ദർശിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, 3 വർഷമാണ് ഒരു പ്രസിഡന്റിന് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് ഉള്ള കാലാവധി എന്ന് പറയുന്നത്. ആ 3 വർഷത്തിന് ശേഷം അവർക്ക് ഒന്നുകൂടി മത്സരിക്കാം. അപ്പോൾ 6 വർഷം കിട്ടും. ജനസമ്മതി ഉണ്ടെങ്കിൽ 6 വർഷം കിട്ടും. പിന്നെ ഇവർക്ക് മത്സരിക്കാനേ പാടില്ല. അപ്പൊ ഈ 6 വർഷത്തിനകത്ത് ഇവരെന്ത് ചെയ്യണം? അടുത്തതായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തണം. അപ്പോൾ അവരുടെ ക്രിയാശേഷി പരിശോധിക്കുന്ന വിധത്തിലുള്ള, പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള, നേതൃപാടവം ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് നല്ല നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചും പരിശീലനം കൊടുത്തും അടുത്ത ഘട്ടത്തിലേക്കുള്ള നേതാവിനെ കണ്ടെത്തണം. അപ്പോൾ ഒരു തലമുറയിലും നല്ല നേതാക്കന്മാരില്ലാണ്ടാവില്ല. ഇത് ഓരോ പ്രദേശത്തും നല്ല നേതൃഗുണമുള്ള പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രേരണ സഭാവിശ്വാസികളിലും സഭാപ്രവർത്തകരിലും ആശ്രമാധിപനിലും ഉണ്ടാവും. ഇത് വളരെ സ്വതന്ത്രമായിട്ടും വളരെ സ്വാർത്ഥരഹിതമായിട്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ദേശത്ത് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, ക്രിയാത്മകതയുള്ള, നേതൃപാടവമുള്ള പുതിയ തലമുറ, ഓരോ തലമുറയിലും പുതിയ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിന് വിപരീതമാണ് ഒരാൾ മാത്രം ഭരിക്കുന്ന സംവിധാനം വരുന്ന സംഘടനകൾക്ക് ശാഖകളും ശാഖോപശാഖകളൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും ഈ ഒറ്റയാള് നിയന്ത്രിക്കുന്നു. പറ്റുന്നത് എന്താണ്? അത് ഏകാധിപത്യത്തിലേക്ക് പോകും. ഏകാധിപത്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകാധിപതിയുടെ വിചാരം എന്താണ്? പുതിയ പുതിയ ആൾക്കാർ വരണമെന്നുള്ളതല്ല, എല്ലാവരും എക്കാലത്തും എൻ്റെ കീഴിൽ നിൽക്കണം. അപ്പോൾ ഏകാധിപതി എന്ത് ചെയ്യും?
കഴിവുള്ളവരെയൊക്കെ മാറ്റി മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കും. അവരൊന്നും മുന്നോട്ട് വരാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. കാരണം എന്താണ്? എക്കാലത്തും ഇത് എൻ്റെ കയ്യിലിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ സംഘടനകൾക്കൊക്കെ പിൽക്കാലത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും സ്വാർത്ഥതയൊക്കെ വന്നത്. അതിനെ ഗുരു നേരത്തെ തടഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പറ്റിയ അമളി അല്ലെങ്കിൽ പാളിച്ച എന്ന് പറയുന്നത്. ഗുരുവിന്റെ സഭകളുടെ പ്രത്യേകത നമ്മൾ നോക്കുക. ഗൃഹസ്ഥരെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാൻ വിടുന്ന രീതിക്ക് ഗുരു അനുകൂലിയല്ല. അതാണ് ആശ്രമം എന്ന കൃതിയുടെ രത്നചുരുക്കം. ഭാരതീയമായ ഒരു ദർശനത്തിന്റെ നല്ല വശം ഗുരു ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പുരാതന ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഒരു രാജാവും ആ രാജാവിനെ നിയമിച്ച് നിയന്ത്രിക്കുന്ന ഒരു പരമാചാര്യനും ഉണ്ടാവും. അങ്ങനെയായിരുന്നു അന്നത്തെ രീതി. ആ ആചാര്യനെ അനുസരിച്ചാണ് രാജാവ് ഭരിക്കുന്നത്. ആ ആചാര്യന്റെ ഉപദേശം അധ്യാത്മജ്ഞാനത്തിലും ശാസ്ത്രബോധത്തിലും മൗലിക അവകാശങ്ങളിലും ഒക്കെ രാജാവിനെ ഈ പരമാചാര്യൻ ഉപദേശിക്കും. പരമാചാര്യൻ പറയുന്നതിനപ്പുറം രാജാവ് പ്രവർത്തിക്കില്ല. ചാണക്യൻ, കൗടില്യന്റെ നേതൃത്വത്തിലെ ഗുപ്ത സാമ്രാജ്യം വളർന്നത് ഇതിന് ഉദാഹരണമാണ്. നമുക്കറിയാം, രാമായണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വസിഷ്ഠന്റെ കീഴിലാണ് അയോധ്യ നിലകൊള്ളുന്നത്. ആ വസിഷ്ഠനാവട്ടെ വിശ്വാമിത്രനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? വാൽമീകിയെയും ഒക്കെ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഋഷിമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം, സ്വാർത്ഥം വെടിഞ്ഞ ഋഷിമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം ഭാരതത്തിനുണ്ട്. ആ രീതി തന്നെയാണ് ഗുരു ഇങ്ങോട്ടേക്ക് എടുത്തത്. മറ്റത് രാജാധിപത്യ കാലത്തെ രീതിയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യ കാലത്തെ രീതിയാണ് ഗുരു തിരഞ്ഞെടുത്തത്. അപ്പോൾ ആധുനിക കാലത്തെ എങ്ങനെ പ്രവർത്തന സജ്ജമാക്കാം, സമൂഹത്തെ എങ്ങനെ നല്ല രീതിയിൽ നയിക്കാം, ഇതായിരുന്നു ഗുരുവിന്റെ ശ്രദ്ധ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ദേശത്തും ജനങ്ങൾക്ക് ദേശസഭകൾ ഉണ്ടാക്കുന്നത്. ആ നാട്ടിലെ ഏറ്റവും പരോപകാരിയും അറിവുള്ളവനും വിവേകിയും വിദ്യാസമ്പന്നനുമായ ഒരു നേതാവ്, ആ നേതാവ് എന്ത് ചെയ്യുന്നു? സഭയെ നയിക്കുന്നു, ജനതയെ നയിക്കുന്നു. ആ സഭ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഗുരുപരമ്പരയിലെ ആശ്രമത്തെയും അതിന്റെ അധ്യക്ഷനെയും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, അഹന്തയാണ് മനുഷ്യനെയും അവന്റെ കൂട്ടായ്മയായിട്ടുള്ള സംഘടനകളെയും ഒക്കെ നശിപ്പിക്കുന്നത്. അഹന്തയാണ് ഏകാധിപത്യത്തിലേക്കും പിടിച്ചടക്കലുകളിലേക്കും പേടിപ്പിച്ച് ഭരിക്കുന്നതിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അഹന്ത നാമ്പിടുന്ന നിമിഷം അത് നുള്ളിക്കളയാൻ ഒരാൾ നമ്മുടെ തലയ്ക്ക് പിന്നിലുണ്ടെങ്കിലോ, അങ്ങനെ ഒരാളെ ഉറപ്പാക്കുന്ന വിധത്തിലാണ് ഗുരു സംഘടനയെ സംവിധാനം ചെയ്തത്. ആശ്രമത്തിന്റെ കീഴിലാണ്. ആശ്രമത്തിന്റെ അധ്യക്ഷന് ഏത് നിമിഷവും ഈ നേതാവിന്റെ തീരുമാനങ്ങളിൽ ഇടപെടാം, ഉപദേശിക്കാം. അങ്ങനെയല്ല നമ്മൾ പോകേണ്ടതെന്ന് പറയാം. ആ ആശ്രമത്തിന്റെ അധ്യക്ഷൻ ഒരു പരമാധ്യക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത അവിടെ ചെന്ന് ചോദിക്കാം. നോക്കുക, അറിവിന്റെ പരമമായിരിക്കുന്ന മൂർത്തിരൂപങ്ങളുമായിട്ട് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ ബന്ധിപ്പിച്ചു നിർത്തുക. കടപ്പാടോടുകൂടി, വിധേയത്വത്തോടുകൂടി, ഭക്തിയോടുകൂടി നിയന്ത്രിച്ചു നിർത്തുക. നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഒന്നാണ് ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെയും വൈകാരികതയുള്ള, വികാരങ്ങളുള്ള, ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് സാധാരണ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആവശ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ദ്രിയ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരും. അപ്പൊ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനും തയ്യാറാകും. എന്താണ് ഈ അഴിമതി എന്ന് പറഞ്ഞാൽ? അഴിഞ്ഞ മതിയാണത്. അഴിഞ്ഞ മതി എന്ന് പറഞ്ഞാൽ എന്താണത്? മതിബുദ്ധിയാണ്. അപ്പോ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ബുദ്ധിയെയാണ് അഴിമതി എന്ന് വിളിക്കുന്നത്. അപ്പൊ അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് എങ്ങനെയും സാധിക്കണം. അതിന് മൂല്യമോ ധാർമ്മികതയോ ഒന്നും ബാധകമല്ല. നമുക്കത് സാധിച്ചെടുക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് അഴിമതിയാകുന്നത്. ഗൃഹസ്ഥര് ആരും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ സംഘടിക്കുന്നത് എപ്പോഴും ദോഷകരമാണ്. അങ്ങനെയാണ് സംഘടിച്ചുകൊണ്ട് സമൂഹത്തെ ചൊൽപ്പടിക്ക് നിർത്താനും ഒക്കെ ശ്രമിക്കുന്നത്. ഒരു ഭരണത്തെ തന്നെ തങ്ങളുടെ ചൂണ്ടുവിരലിൽ നിർത്താനായിട്ടൊക്കെയുള്ള ശ്രമം വരുന്നത് അവിടെയാണ്. അത് നാടിനും കുടുംബങ്ങൾക്കും നാശമുണ്ടാക്കും. ഗൃഹസ്ഥരില് സ്വകാര്യത
എന്ന് പറയുന്ന സ്വകാര്യമായ ധനസമ്പാദനം എന്നുള്ള ആഗ്രഹം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സ്വാർത്ഥ വിചാരം വരാം. എനിക്ക് വേണമെന്നുള്ള ചിന്ത ഒഴിഞ്ഞവരെ അപൂർവമായിരിക്കും. ഭാര്യയും കുടുംബവുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് മമതയുണ്ടാവും. എപ്പോഴും മക്കളുടെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ഒക്കെ മമതയുണ്ടാവും. അതുകൊണ്ട് അവരെ ഒരു സന്യാസ സംഘം നിയന്ത്രിക്കണം. എന്റെ ഭാര്യയ്ക്ക്, എന്റെ മകൾക്ക് എന്ന വിചാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് മമത. അത് ഉള്ളവരെ നിയന്ത്രിച്ച് തന്നെ കൊണ്ടുപോകണം. അതുണ്ടായാൽ സംഘടന വഴിതെറ്റും. ലോകഹിതങ്ങൾ പോയിട്ട് അംഗങ്ങൾക്ക് പോലും ഹിതം ഉണ്ടാവുകയില്ല. അവരുടെ ഹിതം പോലും പരിഗണിക്കപ്പെടുകയില്ല. അതിനാണ് സർവം വിട്ട് വിശദാന്തരംഗനായി മാറിയ ഒരു സന്യാസ ഗുരു അവരെ നയിക്കാൻ വേണമെന്ന് പറയുന്നത്. അതാണ് ഗുരു നിർവഹിച്ചത്. പക്ഷേ അറിവിനെ ഇങ്ങ് അറിയാനും ആരുമില്ല എന്ന് ഭഗവാൻ തന്നെ എഴുതിയ അവസ്ഥയിലായി ലോകം. പിന്നെങ്ങനെ ശാന്തിയും സമാധാനവും മനുഷ്യ ജീവിതത്തിലുണ്ടാവും? ഇങ്ങനെ പോയാൽ എല്ലായിടത്തും കലഹം മാത്രമാകും ബാക്കി. നോക്കുക, സംഘടനാ സംവിധാനത്തിലൂടെയാണ് മനുഷ്യൻ ഉയർന്നു വന്നത്. സംഘടിതമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യനെ സദ്ഗതിയിലേക്ക് നയിച്ചത്. അതേ സംഘടിതമായ പ്രവൃത്തികൾ തന്നെ മനുഷ്യനെ സ്വാർത്ഥത്തിലേക്കും ഭേദചിന്തകളിലേക്കും നയിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഗുരുവിലേക്ക് നോക്കുന്നതും ഗുരു ഉണ്ടാക്കിയ ഒരു ആശ്രമം എന്ന് പറയുന്ന നിയമാവലി വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതും. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വിവേകത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിവേകികളായിരിക്കുക നമ്മൾ. ചിന്തിക്കുക നമുക്ക് എവിടെ പിഴവ് പറ്റുന്നുവെന്ന്. അത് പരിഹരിച്ച് ഗുരുവിന്റെ മാർഗത്തിൽ, ഗുരുവിന്റെ വഴിയിലൂടെ ഗുരുവിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. അതാവട്ടെ നമുക്ക് അഭികാമ്യമായിരിക്കുന്ന കാര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ പ്രണാമം.